28 വയസ്സുള്ള ഒരു സുന്ദരിയാണ് എമിലി ഡമാറി. ബ്രിട്ടീഷ് ഇസ്രയേൽ പൗരത്വമുള്ള ചെറുപ്പക്കാരി. 2023 ഒക്ടോബർ 24 ഹമാസ് ഭീകരർ പിടിച്ചുകൊണ്ട് പോയി. തടവിലായിരുന്ന അവരെ ഈ ബന്ദിമോചനത്തിൻ്റെയൊക്കെ ഭാഗമായി വിട്ടയക്കപ്പെട്ട അവർ ബ്രിട്ടീഷ് പൗര കൂടിയാണല്ലോ. അവർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറുമായിട്ട് ടെലഫോണിൽ സംസാരിച്ചിട്ട് പറഞ്ഞു, എന്നെ തടവിലിട്ടിരുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയായ UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ബിൽഡിങ്ങിലാണ്. നെതന്യാഹു ഒരുപാട് കാലം മുമ്പേ പറയുന്നുണ്ട് UNRWA എന്ന് പറയുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു വിങ് ഹമാസിൻ്റെ ടൂളാണ്. പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഓഫീസിൽ താമസിച്ചാൽ ഇസ്രായേലി പട്ടാളം കയറത്തില്ല. അവിടെയാണ് എമിലി ഡമാറി ഉൾപ്പെടെയുള്ളവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ ഐക്യരാഷ്ട്ര സംഘടന എന്ന പേരിൽ പ്രവർത്തിക്കുന്നത് അതിൻ്റെ പല ഏജൻസികളും UNRWA, പിന്നെ USAID എന്ന് പറഞ്ഞ അമേരിക്കൻ ഏജൻസി, ഇവരൊക്കെ ഭീകരരെ സഹായിക്കുകയാണെന്നാണ് എമിലി ഡമാറി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോട് പറഞ്ഞത്. അത് വാർത്തയാണ്, വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് USAIDനുള്ള ബംഗ്ലാദേശിൻ്റെ സഹായം നിർത്തി, USAID തന്നെ നിർത്താൻ പോകുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസിയായ UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിന് ഇനി 5 പൈസ കൊടുക്കില്ല എന്ന് നെതന്യാഹുവിൻ്റെ വാദം. ബന്ദികളുടെ പീഡാനുഭവങ്ങൾ, അവരെ കൊണ്ട് തടവിൽ പാർപ്പിച്ചത് ഈ ഐക്യരാഷ്ട്ര സഭയുടെ ഓഫീസിലാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അതിനുള്ള സഹായവും ട്രംപ് നടത്തി. അപ്പോൾ ഒരു പക്ഷേ ഈ ഐക്യരാഷ്ട്ര സഭ UN എന്ന് പറയുന്നത്, UN ഈ യുദ്ധകാലത്ത് മുഴുവൻ UN സെക്രട്ടറി ജനറലിനോട് അവിടെ കാല് കുത്തരുതെന്ന് നെതന്യാഹു പറഞ്ഞു. അപ്പോൾ ഐക്യരാഷ്ട്രസഭയെ ട്രംപ് പണിയാൻ പോവാണ്. അതിൻ്റെ പണി തീരുമോ? ഇതിപ്പോൾ UN പാലസ്തീനിയൻ ഏജൻസിക്ക് ഒന്നും കൊടുക്കില്ല എന്നുള്ളത്. ഈ പാലസ്തീനിയൻ ഏജൻസി അത് ഐക്യരാഷ്ട്രസഭ പലസ്തീനിലെ അഭയാർത്ഥികൾക്ക് വേണ്ടി അവർക്കുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സംയോജിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ഏജൻസിയാണ്. പക്ഷേ ഇവർ ഹമാസിനെ പോലെ പെരുമാറാൻ തുടങ്ങി എന്നുള്ളതായിരുന്നു അനുഭവം എന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. UN ഏജൻസിയുടെ ആളുകൾ എന്ന് പറഞ്ഞു വരുന്നവർ ഈ ഗാസയിലും ഈസ്റ്റ് ജെറുസലേമിലും ഒക്കെ ഈ ഹമാസ് പോരാളികളെ പോലെയാണ് പെരുമാറുന്നത്. ലബനോണിലേക്ക് ഇസ്രായേൽ സേന ചെന്നപ്പോഴത്തേക്ക് ഐക്യരാഷ്ട്ര സേന ഈ ഹമാസ് തടഞ്ഞു. ഹമാസിനല്ല, അവിടുത്തെ ഹിസ്ബുള്ള ഭീകരരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം അവരുടെ ഒരു വാച്ച് ടവറൊക്കെ പല രാജ്യങ്ങളിൽ നിന്നുള്ള സേനയായിരുന്നു. അതെ, ഇന്ത്യയിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നു. അവരുടെ വാച്ച് ടവറൊക്കെ ഇസ്രായേലിൽ തകർക്കേണ്ടി വന്നു. അതെ, കാരണം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ബൂത്രോസ് ഗാലിയോ, അയാളുടെ സമീപനം തന്നെ ഇസ്രായേൽ വിരുദ്ധമായിരുന്നു. ഇപ്പോഴും ആ വിലക്ക് മാറ്റിയിട്ടില്ല. ഇസ്രായേലിന്റെ മണ്ണിൽ മേലിൽ കാലുകുത്തരുത് എന്ന് പറഞ്ഞു. ഇസ്രായേൽ ഒന്നും ചെയ്യില്ല, അവർക്ക് വേണ്ടി ചെയ്യില്ല എന്നും പറഞ്ഞു. കാരണം ഈ മരുന്നുകള്, ഭക്ഷ്യവസ്തുക്കളൊക്കെ ഇവരുടെ വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ ഈ ഹമാസുകാർ വന്നിട്ട് ഇത് തട്ടിക്കൊണ്ടുപോവുകയും പിന്നെ കരിഞ്ചന്തയിൽ വിൽക്കുകയും ഇങ്ങനത്തെ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഈ ഐക്യരാഷ്ട്രസഭയിലും അതുപോലുള്ള സംഘടനകളിലും ഈ ഡീപ് സ്റ്റേറ്റ് ഇസ്ലാമിസ്റ്റുകൾ ഒക്കെ കയറി കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് USAID എന്ന് പറഞ്ഞതിന് ഇനി ഒരു പൈസയും കൊടുക്കില്ല എന്ന്. USAID എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെയ്യാനുള്ള അമേരിക്കൻ ഏജൻസിയാണത്. ഒരു എന്താണ് പറയുക, ഫ്രണ്ട് ഓർഗനൈസേഷനാണ്. പോഷക സംഘടന എന്നുള്ളതല്ല, ഈ ചാര സംഘടനയ്ക്ക് പകരമായിട്ടൊരു സാംസ്കാരിക സംഘടനയൊക്കെ പോലെ ഉണ്ടാക്കില്ലേ, പൂക്കാസ പോലെയൊക്കെ, അങ്ങനത്തെ ഒരു സംഘടനയാണ് USAID. അവരാണ് എല്ലാ സഹായവും, രാജ്യാന്തര സഹായങ്ങൾ ഇവിടുത്തെ NGOകൾക്കൊക്കെ ചെയ്യുന്നത്. അതെ അതെ, രാഹുൽ ഗാന്ധിയുടെ ഒരു സുഹൃത്തിൻ്റെ NGOയ്ക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. അല്ല, ഏറ്റവും പുതിയ വാർത്ത വന്നു, നേപ്പാളിലെ രാജഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഈ കമ്മ്യൂണിസ്റ്റുകൾക്കും നേപ്പാളി കോൺഗ്രസിനും ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത് USAID ആയിരുന്നു. ഈ നെതന്യാഹുവിൻ്റെ സന്ദർശനത്തിന് മുമ്പാണ്, ഇടയ്ക്കൊന്നുകൂടെ പറഞ്ഞോട്ടെ, നെതന്യാഹുവിൻ്റെ കാര്യത്തിലേക്ക് വരാം. USAID നേപ്പാളിൽ രാജഭരണം അവസാനിപ്പിക്കാൻ ഫണ്ട് ചെയ്തു എന്നല്ല പറയേണ്ടത്. ഹിന്ദുരാജ്യമായ നേപ്പാളിനെ ഹിന്ദുരാജ്യം അല്ലാതാക്കാൻ വേണ്ടി ഫണ്ട് ചെയ്തു എന്ന് പറയണം. അല്ലേ? അതെ. അതിനു മുമ്പ് ആ രാജകുടുംബത്തിലെ മിക്കവാറും അംഗങ്ങളെ വെടിവെച്ച് കൊന്നില്ലേ? കുടുംബത്തിലെ ഒരാൾ തന്നെയായിരുന്നെങ്കിലും അതിന്റെ പുറകിൽ അതിന്റെ പണം വേറെയായിരുന്നു. അതൊക്കെ വേറെയാണ്. അപ്പൊ നെതന്യാഹുവിന്റെ കാര്യമാണ് സാർ പറയുന്നത്. നെതന്യാഹുവിന്റെ ഈ സന്ദർശനത്തിന് തൊട്ടു മുമ്പാണ് ഈ നടപടി എടുത്തിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഓർഡർ.
UN പലസ്തീൻ ഏജൻസിക്കുള്ള സഹായം, പിന്നെ UNHRCയിൽ നിന്ന് പിൻവാങ്ങുന്നു അമേരിക്ക. ഈ UNRWA നടത്തിക്കൊണ്ടു പോകുന്നത് തന്നെ ഇസ്രായേൽ വിരുദ്ധമായിട്ടാണ് എന്ന് നെതന്യാഹുവിനുള്ള ട്രംപിന്റെ സമ്മാനമാണ്. ഞാൻ കണ്ടു, അതിന്റെ വീഡിയോ ഉണ്ട്. നെതന്യാഹു കാറിൽ വന്നിറങ്ങുന്നു, ട്രംപ് അവിടെ കാർ പോസ്റ്റിൽ കാത്തു നിൽക്കുകയാണ്. നെതന്യാഹു വരുന്നവരെ വന്നു, കാറിൽ ഇറങ്ങുന്നു, കൂട്ടിക്കൊണ്ടുപോയി അവർ സീറ്റിലിരിക്കും മുമ്പ്. അതാണ് എനിക്ക് ശ്രദ്ധേയപ്പെട്ടത്. നെതന്യാഹുവിന് ഇരിക്കാനുള്ള കസേര വലിച്ചിട്ട് കൊടുക്കുന്നത് ട്രംപാണ്. ആ വീഡിയോ നമുക്ക് കാണിക്കാം പ്രേക്ഷകരെ. അപ്പോൾ ഈ അതിൻ്റെ സ്റ്റാഫ് UNRWA അതിൻ്റെ സ്റ്റാഫ് ഇസ്രയേലിനെതിരെ ഭീകരന്മാരെ പോലെയാണ് പെരുമാറിയിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2017 മുതൽ 2021 വരെ ഈ ട്രംപ് പ്രസിഡൻ്റായിരുന്നപ്പോൾ UNRWAക്കുള്ള ഫണ്ട് അന്ന് കട്ട് ചെയ്തിരുന്നു. പക്ഷെ ബൈഡൻ വന്നപ്പോൾ സംഗതി അങ്ങനെ അല്ലായിരുന്നു. USAID ആണെങ്കിൽ ഈ രാഹുലിൻ്റെ ഉപദേഷ്ടാവ് വലം കൈ, നമ്മുടെ രാഹുൽ ഗാന്ധി പപ്പുമാൻ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ അല്ലേ, അങ്ങനെയുള്ള ഉപദേഷ്ടാവ് വിജയ് മഹാജൻ. ഈ വിജയ് മഹാജന് പ്രധാൻ എന്ന് പറഞ്ഞൊരു NGO ഉണ്ട്. ഈ NGOയ്ക്ക് 2012 USAID കൊടുത്തിരിക്കുന്ന 78 കോടി രൂപയാണ്. ചില്ലറ തുകയാണ്. ഒരു വർഷം തന്നെ 78 കോടി രൂപ. ഇത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ വിജയ് മഹാജന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അയാൾക്കെന്തോ മില്ലന്യം ഇന്നൊവേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്ത് തേങ്ങയാണ് അയാൾ ചെയ്തതെന്ന് നമുക്കൊരു പിടിപാടുമില്ല. വിജയ് മഹാജൻ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാത്തൊരു കഥാപാത്രമാണ്. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ USAID കൊടുത്തിട്ടുണ്ട്. പിന്നെ സാം പിത്രോദയുടെ ഫൗണ്ടേഷൻ അതിന് USAID ഉണ്ട്. ഇനി ഒരു കൊല്ലം 50 ബില്യൺ ആണ് USAIDൻ്റെ ബജറ്റ്. അതാണ് മൊത്തത്തിൽ ഇപ്പോൾ ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി ഇല്ലായ്മ ചെയ്യുന്നത്. ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇത് ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു സംഘടനയായിരുന്നു, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡീപ് സ്റ്റേറ്റിൻ്റെ ഓരോ ശിഖരവും വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യ വിരുദ്ധ സംഘടനയാണ് USAID എന്ന് പറയുന്നത് മൊത്തത്തിൽ. കാരണം അമേരിക്ക തന്നെ ഭീകര സംഘടന എന്ന് പ്രഖ്യാപിച്ച ഒരു ഇസ്ലാമിക സംഘടന ഫലാസ് ഇ ഇൻസാനിയത്ത് ഫൗണ്ടേഷൻ അത് ലഷ്കർ തൈബയുടെ ഒരു പോഷക സംഘടനയാണ്. അതിന് ഭീകര സംഘടന എന്ന് അമേരിക്ക പ്രഖ്യാപിച്ച ശേഷം USAID ധനസഹായം കൊടുക്കുന്നുണ്ട്. FIF എന്നാണ് പറയുന്നത്. അത് ലഷ്കർ തൈബയുടെ ഒരു സംഘടനയാണ്. മുംബൈ ആക്രമണം നടത്തിയത് ഇവരാണ്. 166 പേര് അന്ന് കൊല്ലപ്പെട്ടു. അതിൽ 6 അമേരിക്കക്കാരും ഉണ്ടായിരുന്നു. മുംബൈ സ്ഫോടനം നടത്തിയ സംഘടനയാണിത്. പിന്നെ ഈ USAID എന്ന് പറയുന്നത് US ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ്, ലോകത്തിനെ വികസിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ്. ഇത് ഭീകര സംഘടനകൾക്കാണ് സഹായം കൊടുക്കുന്നത്, ലോകത്തിനെ വികസിപ്പിക്കാൻ. ലഷ്കർ തൈബയ്ക്ക് മറ്റൊരു ഫ്രണ്ട് ഓർഗനൈസേഷൻ ഉണ്ട്, ജമാഅത്ത് ഉദ് ദവ എന്ന് പറയുന്നത്, JUD. അവരാണ് ജമ്മു കാശ്മീരിലൊക്കെ പ്രവർത്തിക്കുന്നത്. അവർക്ക് കാശ് കൊടുത്തിട്ടുണ്ട്. ഈ ധവ എന്ന് പറയുന്നത് ജീവകാരുണ്യ സംഘടനയാണ്. ലഷ്കർ തൈബയുടെ ഈ മരുന്ന് ഇങ്ങനത്തെ ജീവകാരുണ്യം എന്നുള്ള വ്യാജേന തീവ്രവാദികൾക്ക് സഹായം കൊടുക്കുന്ന പോഷക സംഘടനയാണത്, ഈ ലഷ്കർ തൈബയുടെ. അതിനും കൊടുത്തു. പിന്നെ 2010 ഇതിനെ UN ബാൻ ചെയ്തിരുന്നു, ആ സംഘടനയും. എന്നിട്ടും അതിന് USAID സഹായം കൊടുക്കുന്നുണ്ട്. ഈ FIF-നെ നിരോധിച്ച അമേരിക്കൻ ഓർഡറിൽ തന്നെ ഈ കാര്യം പറയുന്നുണ്ട്. ഇത് കുഴപ്പം പിടിച്ച ഇൻ എസെൻസ് FIF ഈസ് JUD വിത്ത് അനദർ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ധവ വേറൊരു പേരിൽ വന്നിരിക്കുന്നതാണ് FIF എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ജീവകാരുണ്യ സംഘടന പൈസ കൊടുക്കുന്നു.
ഭീകര സംഘടന. അമേരിക്കൻ സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ അമേരിക്കൻ സർക്കാരിന്റെ ഏജൻസി അമേരിക്കയിലെ ജനങ്ങളുടെ കാശെടുത്ത് തീവ്രവാദ പ്രവർത്തനത്തിന് കാശ് കൊടുത്തു. അമേരിക്ക ഭീകര സംഘടനയെന്ന് പ്രഖ്യാപിച്ച സംഘടനയ്ക്ക് തന്നെ അപ്പൊ USAIDനെ നയിച്ചുകൊണ്ടിരുന്നത് ഭരിച്ചുകൊണ്ടിരുന്നത് ആരാണ്? ഡീപ് സ്റ്റേറ്റ് ആണ്. ഡീപ് സ്റ്റേറ്റ് ആണ്. അമേരിക്കൻ ഭരണകൂടത്തിന് ഒരു സ്വാധീനവും ഇല്ലായിരുന്നു. അതെ. അമേരിക്കയുടെ വിദേശ സഹായത്തിൽ പകുതിയും USAID വഴിയാണ് കൊടുക്കുന്നത്. പിന്നെ മിഷിഗനിൽ ഒരു മുസ്ലിം ചാരിറ്റി സംഘടനയുണ്ട്, മുസ്ലിം ചാരിറ്റി എന്ന് പറയുന്ന ജീവകാരുണ്യ, ഹെൽപ്പിംഗ് ഹാൻഡ് ഫോർ റിലീഫ് ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ്, HHRD. അതുവഴിയാണ് USAID FIF-ന് പണം കൊടുക്കുന്നത്. എന്ന് പറയുമ്പോൾ FIF-ന് നേരിട്ട് കൊടുത്തില്ല, ഈ മിഷിഗനിലൊരു ഇസ്ലാമിക സംഘടനയ്ക്ക് കൊടുത്തിട്ട് അതുവഴി ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ സൗത്ത് ഏഷ്യയിൽ മൊത്തത്തിൽ ടെററിസത്തിന് USAID സഹായിച്ചുകൊണ്ടിരുന്നു. USAID 1,10,000 രൂപ സൗത്ത് ഏഷ്യയിലെ ജിഹാദിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് കൊടുത്തതായിട്ട് തെളിവുണ്ട്. ഇങ്ങനെയൊക്കെ USAID ഈ ടെററിസ്റ്റ് സംഘടനകൾക്ക് പണം കൊടുക്കുന്നതിനെ അവിടെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ചെയർമാൻ ഓഫ് ദി ഹൗസ് ഓഫ് ഫോറിൻ അഫയേഴ്സ്, അവിടെ കോൺഗ്രസിൻ്റെ വിദേശകാര്യ സംഘടന, അതിൻ്റെ കമ്മിറ്റിയിലെ മൈക്കിൾ ടി മക്കോൾ 2023 USAIDൻ്റെ അഡ്മിനിസ്ട്രേറ്റർ സാമന്ത പവറിന് കത്തെഴുതിയിരുന്നു, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല. 2021 ഒക്ടോബറിൽ USAID 1,10,000 രൂപ ഈ HHRDക്ക് മിഷിഗണിലെ ഇസ്ലാമിക സംഘടനയ്ക്ക് കൊടുത്തിരുന്നു. അത് ഓഷ്യൻ ഫ്രൈറ്റ് ഡിസ്പേഴ്സ്മെൻറ്റ് പ്രോഗ്രാം വഴിയാണ് കൊടുത്തിരുന്നത്. HHRDക്ക് ഭീകരബന്ധമുണ്ട് എന്ന് പറഞ്ഞ് കത്തെഴുതിയിരുന്നു. 2019 നവംബറിൽ 3 കോൺഗ്രസ് അംഗങ്ങൾ ഈ കാര്യം അന്വേഷിക്കാനായിട്ട് കോൺഗ്രസിന് കത്ത് കൊടുത്തിരുന്നു. എന്നിട്ടും USAID 2023 ഈ ഭീകര സംഘടനയ്ക്ക് പണം കൊടുത്തു. $73,000 HHRDക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ട്രംപ് കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവ് ഓർഡർ ഒപ്പിടുമ്പോൾ പറഞ്ഞു USAID ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡീപ് സ്റ്റേറ്റിനുള്ള പരിപാടികൾ എതിരെയുള്ള നടപടികൾ ട്രംപ് ഇങ്ങനെ ഓരോ ദിവസവും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ OCCRP എന്ന് പറഞ്ഞിട്ടൊരു സംഘടന, ഓർഗനൈസേഷൻ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ്, OCCRP ഡീപ് സ്റ്റേറ്റിന്റെ സംഘടനയാണല്ലോ. ഈ OCCRP ആണ് ഓരോ പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോഴും രാഹുൽ ഗാന്ധിക്ക് വേണ്ട കാര്യങ്ങൾ പല മാധ്യമങ്ങളിലും വരുത്തിക്കൊണ്ടിരുന്നത്. ഈ ഹിൻഡൻബർഗ് പോലെ ഈ OCCRPക്കും USAIDന്റെ പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു. സോറോസ് വേറെ പൈസയും OCCRPക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് 5-6 മാധ്യമം ഉണ്ടല്ലോ. അപ്പോൾ ഇനി സോറോസിന്റെ കാശ് ഒരുപാട് ചിലവാകും. കാരണം ബംഗ്ലാദേശിന് USAID നിർത്തിയപ്പോൾ സോറോസ് കാശ് കൊടുക്കാന്ന് പറഞ്ഞു. ഇത്തരം സംഘടനകൾക്കെല്ലാം കാശില്ല, അമേരിക്ക കൊടുക്കാൻ വരുമ്പോൾ ഇനി സോറോസ് കൊടുക്കേണ്ടി വരും. മിക്കവാറും സോറോസ് ഫുട്പാത്തിലിരുന്ന് അമ്മ വല്ലതും തരണമെന്ന് പറഞ്ഞിരിക്കേണ്ടി വരുമല്ലോ. അതായത് സോറോസ് പക്ഷെ മറ്റേ പരിപാടിയാണ് ചെയ്യുക. അയാൾക്കൊന്നും നേരെ ചൊവ്വ ചെയ്യാൻ അറിഞ്ഞുകൂടാ. ഷോർട്ട് സെല്ലിങ് സാധാരണ ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇയാൾ കമ്പനിക്കെതിരെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ട് ഓഹരിയുടെ വാല്യൂ കുറച്ച് ഹിൻഡൻബർഗ് ചെയ്ത് ആ പരിപാടികളാണ് അയാൾ ഷെയർ മാർക്കറ്റിൽ ചെയ്യുന്നത്. പിന്നെ ഡ്രഗ്സ് ഉണ്ട്, ഡ്രഗ്സ് കാർട്ടലുമായിട്ടുള്ള ബന്ധങ്ങൾ, അട്ടിമറി ലണ്ടൻ ബാങ്കിനെ തകർത്തു, ബാങ്ക് ഓഫ് തകർത്തിട്ട് അയാൾക്ക് $9 ബില്യൺ അതിൽ കിട്ടിയത്. വലിയ തുകയല്ലേ? അങ്ങനത്തെ സംഗതിയാണ് അയാൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇസ്ലാമിക ഫണ്ടിങ്, ഈ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കാശ്മീർ പോലുള്ള സ്ഥലങ്ങളിൽ അതിനുള്ള ഫണ്ടിങ്. അതുകൊണ്ടാണല്ലോ അയാളുടെ മകന്റെ കാമുകി തന്നെ ഈ ഇസ്ലാമിക ബന്ധങ്ങളിലൊരു ഒരു സ്ത്രീയാണ്, ഈ അലക്സാണ്ടർ സൊറോസിന്റെ. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട കേസുകെട്ടുകളാണ്. അപ്പൊ അയാൾ പിന്നെ ചെയ്യുന്നത് പലയിടത്തും അട്ടിമറി നടത്തുക ഭരണകൂടത്തിന്. പിന്നെ അയാൾ ഫ്യൂച്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. കറൻസി ഇല്ലേ ഓരോ രാജ്യങ്ങളുടെ, അതിന്റെ വില കുറയ്ക്കുകയാണ്. അയാൾക്ക് ഇഷ്ടപ്പെടാത്ത രാജ്യങ്ങൾ ഭരണകൂടം അട്ടിമറിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ പോയി ഇങ്ങനത്തെ ഒരു തരം അട്ടിമറി ബുദ്ധിയാണ് അയാൾക്കുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സാഡിസ്റ്റിക് പ്ലഷർ എന്ന് പറയുന്ന സാധനം കിട്ടും. ഇങ്ങനെ കാശുണ്ട്, ആളുകളെ കൊന്നേക്കാം എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ ഉള്ള ആളാണ്. അതുകൊണ്ടാണ് ഏതായാലും സോറോസിന്റെ കളി തീരുകയാണ്.
ഡീപ് സ്റ്റേറ്റിൻ്റെ ചിറക് ഓരോ ദിവസവും അരിഞ്ഞു വീഴ്ത്തപ്പെടുകയാണ്. ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന പണ്ടേ ഒരു പേപ്പർ ടൈഗറാണ്, കടലാസ് പുലിയാണ്. അതിൻ്റെ കഥയും ഏതാണ്ടൊക്കെ കഴിയും. ഇപ്പോൾ ചിലരൊക്കെ പറയും പിന്നെ ട്രംപ് വിചാരിച്ചാൽ ഇപ്പോൾ ഗസ അങ്ങ് ഏറ്റെടുക്കാൻ പോലെ 159 രാജ്യങ്ങളുള്ള ഐക്യരാഷ്ട്രസഭയുണ്ടെന്നൊക്കെ നമ്മുടെ താഴെ വീഡിയോയുടെ താഴെ ചില ആൾ കമൻറ്റ് ഇട്ട്. ഐക്യരാഷ്ട്രസഭ വിചാരിച്ചിട്ട് ഈ ഭൂമിയിൽ എന്ത് നടന്നിട്ടുണ്ട്? അമേരിക്ക ഇല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ ഇല്ല. ഈ ഐക്യരാഷ്ട്രസഭയാണല്ലോ ആ സേനയെ കൊണ്ടുപോയി മറ്റേ അതിർത്തിയിൽ നിർത്തിയിരുന്ന ലെബനീസ്. അതെ, അവരെയും വെടിവെക്കുന്നുണ്ടായിരുന്നില്ലേ? അതെ, ഇസ്രയേലും വെടിവെച്ചു. അവരോട് പറഞ്ഞിരുന്നത് അന്ന് സമാധാന കരാർ ഉണ്ടാക്കുമ്പോൾ ഈ സേന നിൽക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക്, ലിറ്റ്വാനി നദിയുടെ ഇപ്പുറത്തേക്ക്, ലിറ്റനി നദിയുടെ ഇപ്പുറത്തേക്ക് ഹിസ്ബുള്ള കയറി വരരുതെന്നാണ് പറഞ്ഞത്. ഇവരെയും മറികടന്ന് ഇവർ ഇസ്രയേൽ വരെ ചെന്നിട്ടും ഈ ഐക്യരാഷ്ട്ര സേന അനങ്ങിയിട്ടില്ല. ഈ ഐക്യരാഷ്ട്രസഭ ഒരു കിഴങ്ങൻ സംഘടനയാണെന്ന് ഉത്തമ ബോധ്യമുള്ളത് ഇസ്രയേൽ പോലെ വേറൊരു രാജ്യത്തിലും. അതെ, അമേരിക്കയ്ക്ക് മുമ്പ് ട്രംപിന് നല്ല ബോധ്യമുണ്ട്. അപ്പൊ ഏതായാലും ഈ ലോകത്തെ വലിയ ഒരു വെള്ളാനയായ ഐക്യരാഷ്ട്ര സംഘടനയുടെ ചിറകുകൾ കൂടി അരിയപ്പെടുകയാണ്. കാരണം അതിപ്പോൾ ഡീപ് സ്റ്റേറ്റിന്റെ സ്വാധീനത്തിലാണുള്ളത്. പണ്ടൊക്കെ പറയുന്നത് അമേരിക്കയുടെ ആയിരുന്നു. അമേരിക്കയുടെ അല്ല, അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിന്റെ സ്വാധീനത്തിലുള്ള ഈ സംഘടനകളുടെ എല്ലാം പണിക്കുറ്റം തീർത്തുകൊണ്ടിരിക്കുക. സ്വാധീനത്തിലായിരുന്നു ഹൂവും. കാരണം ഈ വുഹാനിലെ ആ ലീക്കിന്റെ പിന്നിൽ ഹൂവിനും കൂടി അറിയാം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അതുകൊണ്ടാണ് അതിനും സഹായം ഇല്ലെന്ന് പറഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.